മൈഫിൻ്റെ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇത്തവണത്തെ അഗ്രി നെക്സ്റ്റ് ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. ഞാൻ നിൽക്കുന്നത് ലോകത്തിൽ തന്നെ ആദ്യത്തെ അഗ്രികൾച്ചർ തീം പാർക്കായ മാംഗോ മെഡോസിലാണ്. ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ കാണേണ്ടതാണ്. ഇവിടുത്തെ അഗ്രികൾച്ചർ കാഴ്ചകളിലൂടെയാണ് ഇത്തവണത്തെ ഓണം സ്പെഷ്യൽ അഗ്രി നെക്സ്റ്റ് നമുക്ക് കാണാം. മാംഗോ മെഡോസിലേക്ക് സ്വാഗതം. ഇത് ലോകത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചർ തീം പാർക്കാണ്. നമുക്കിവിടെ 4800 സ്പീഡസേറെ മരങ്ങളും ചെടികളും മെഡിസിനൽ പ്ലാന്റ്സും ഒക്കെയാണ് പരിചയപ്പെടാനുള്ളത്. മാംഗോ മെഡോസിനുള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മരങ്ങൾ, അതുപോലെ തന്നെ ഫിഷ്, അതുപോലെ തന്നെ ഫാം കാണാനുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ എന്നോടൊപ്പം ഒരാൾ കൂടി ചേരുന്നുണ്ട്. നമ്മുടെ ഗൈഡാണ്. ഹലോ. ഹായ് സർ. പേര്? ശ്രുതി. അപ്പം കാഴ്ചകൾ ഓരോ നമ്മൾ കാണാൻ പോവാം. അപ്പൊ നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? ആദ്യം നമ്മൾ മീനൂട്ട് പാലത്തിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് മീനൂട്ടാണ് ആദ്യം ചെയ്യുന്നത്. എന്ത് തരം ഫിഷാണ് അവിടെ? നമുക്ക് 64 ടൈപ്പ് കായൽ കാർപ്പ് മത്സ്യങ്ങളാണ് ഉള്ളത്. നമ്മുടെ ഭാരതീയ ആചാരങ്ങളും വിശ്വാസങ്ങളും അനുസരിച്ച് മീൻ ഊട്ടുക എന്ന് പറയുന്ന ഒരു പുണ്യ പ്രവൃത്തിയായിട്ടാണ് കരുതുന്നത്. മഹാവിഷ്ണുവിന്റെ ആദ്യത്തെ അവതാരമാണല്ലോ മത്സ്യം എന്ന് പറയുന്നത്. മത്സ്യത്തിന് തീറ്റ കൊടുക്കുന്നതിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ള പാപത്തിന്റെ എല്ലാം കാഠിന്യം കുറയുമെന്നും അതുവഴി നമുക്ക് പുണ്യം ലഭിക്കുമെന്നൊക്കെ പറയപ്പെടുന്നു. ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും അതേപോലെ തന്നെ മുസ്ലിം പള്ളികളിലൊക്കെ ഇപ്പോഴും ഒരു ആചാരം അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്നുള്ള പേരിൽ ഇപ്പോഴും നടത്തി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കയറി കാണാം. അപ്പൊ ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ, അത് പ്രത്യേകം പറയേണ്ടതാണ്. ഇതിന്റെ ഫ്ലോർ ഉണ്ടല്ലോ, ഈ ഫ്ലോർ എന്ന് പറഞ്ഞാൽ 1 രൂപയുടെ കോയിൻ പഞ്ച് ചെയ്തിട്ട് ആ വരുന്ന ഷീറ്റ് കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം 1 രൂപ കോയിന്റെ ഒരു വലുപ്പത്തിലാണ്. അപ്പൊ മീനൂട്ട് കഴിഞ്ഞ് ഇനി നമ്മുടെ പരിപാടി എന്താ? ഇനി നമുക്ക് ടോട്ടലായിട്ട് വരുന്നത് 4800-ൽ പരം വരുന്ന സ്പീഷീസ് വരുന്ന ചെടികളും മരങ്ങളൊക്കെയാണ് ഉള്ളത്. അതൊക്കെ പരിചയപ്പെട്ടു പോവാ ചെയ്യുന്നത്. ഓക്കെ. അതെ, ഈ നിൽക്കുന്ന ചെടിയാണ് കേട്ടോ നീലക്കൊടുവേലി. ഒരുപാട് മിത്തുകളുള്ള ഒരു ആയുർവേദ സസ്യമാണ് നീലക്കൊടുവേലി എന്ന് പറയുന്നത്. ആട് സിനിമയുടെ അകത്തുള്ള അതെ അത് തന്നെയാണ് കേട്ടോ. നമ്മുടെ കാരണവന്മാരൊക്കെ പറയാറുണ്ട് ഇതിന്റെ വേരെടുത്ത് നമ്മൾ അരിപ്പെട്ടിയിലോ പണപ്പെട്ടിയിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ പൊലിച്ചു വരും എന്ന് പറയാറുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ അരിപ്പെട്ടിയിലോ ഇടുന്നതെന്നുണ്ടെങ്കിൽ അരി കിട്ടാനായിട്ട് അല്ല, അരി ഇരട്ടിയാവുന്നില്ല, അരി വീണ്ടും നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു മാർഗം തെളിഞ്ഞു വരും എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സമ്പത്ത് കൂടും. അതെ, ഇതിവിടെ നമുക്ക് അമ്മച്ചിപ്ലാവും മാർത്താണ്ഡവർമ്മനെ പറ്റി കേട്ടിട്ടില്ലേ? അത് തന്നെ, ആ കഥ തന്നെ. നമുക്ക് ശരിക്കും ഉള്ളത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലാണ്. നമ്മൾ ആ ഒരു തീമിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയും ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഈ കോട്ടേജിന് ചുറ്റുമായിട്ട് 21 വെറൈറ്റി പ്ലാവുകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ തീമിന് പേരിട്ടിരിക്കുന്നത് ചക്കവിശേഷം എന്നാണ് കേട്ടോ. 21 പ്ലാവുകൾ ഇതിനകത്ത് ആക്ച്വലി ഉണ്ട്. ഇത് ഈ തെങ്ങിന്റെ ഇതിന്റെ ഒക്കെ ഇടയിലായിട്ട് നിൽക്കുകയാണ്. അതായത് നമ്മൾ ഈ നാട്ടിൻപുറത്തൊക്കെ നമ്മൾ കേട്ടുകേൾവിയുള്ള വരിക്ക, തേൻ വരിക്ക, കൂഴച്ചക്കയൊക്കെ ഉണ്ട്. ഇത് സോപ്പിംഗ് എന്ന് പറയും, ഉറിഞ്ചിക്കാന്നൊക്കെ പറയും. ഉറിഞ്ചി അത് പണ്ട് കാലത്തൊക്കെ തുണി അലക്കാനായിട്ട് നമ്മുടെ പൂർവീകരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിന്റെ കായ എടുത്ത് വെള്ളത്തിൽ ഇട്ട് പതിപ്പിക്കാൻ നേരത്തെ ഇങ്ങനെ പതയായിട്ട് വരും. അങ്ങനെയാണ് പണ്ട് കാലത്തൊക്കെ തുണി അലക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇന്നത്തെ കാലത്ത് ഈ സ്വർണ്ണപ്പണിക്കാരൊക്കെ സ്വർണ്ണം വെള്ളിയൊക്കെ കഴുകാനായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ വിദേശത്തുള്ള സ്ത്രീകളൊക്കെ അവിടെ മുടി മിനുക്കാനായിട്ടും ഇതിന്റെ കായ യൂസ് ചെയ്യുന്നുണ്ട്. കാട്ടുപൂവരശ് എന്ന് പറയും. ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ? ഇത് നമ്മുടെ സിക്കിമിന്റെ സംസ്ഥാന വൃക്ഷവും നേപ്പാളിന്റെ ദേശീയ പുഷ്പവുമാണ്. അപ്പൊ അവിടുത്തെ ക്ലൈമറ്റ് ഇവിടുത്തെ ക്ലൈമറ്റ് നമ്മൾ അത്ര ഇതല്ലല്ലോ. നമുക്ക് ശരിക്കും ഈ മരം വളരേണ്ടത് 0 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് വളരേണ്ടത് കേട്ടോ. നമ്മളിത് പ്രത്യേകം പരിപാലിച്ച് ഇവിടെ വളർത്തി നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ. ആനപ്പന, ചൂണ്ടപ്പന, കാളിപ്പന, ഒട്ടിപ്പന, ഇരമ്പന, ഇരുമ്പന. പിന്നെ അതേപോലെ തന്നെ പനങ്കൊല പോലുള്ള മുടിന്നൊക്കെ സ്ത്രീകളുടെ മുടീനെ പണ്ട് വർണ്ണിക്കാറുണ്ട്. അതെ, അത് ഈ നിൽക്കുന്നതാണ് കേട്ടോ പനങ്കൊല എന്ന് പറയുന്നത്. നമുക്ക് ലോകത്തിൽ പല ടൈപ്പ് രുദ്രാക്ഷങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിവിടെ മാംഗോ മെഡോസിന്റെ പല ഭാഗത്തായിട്ട് 4 ടൈപ്പ് രുദ്രാക്ഷങ്ങൾ കാണും. ഇതാണ് ആദ്യത്തെ രുദ്രാക്ഷം, ചോല രുദ്രാക്ഷം എന്ന് പറയും. അതായത് നമ്മൾ ചെറിയ ജൂവലറി മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ രുദ്രാക്ഷക്കായില്ലേ, അതാണ് ഈ ഉണ്ടാവുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് ഉണ്ടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള രുദ്രാക്ഷാന്നുണ്ടെങ്കിൽ അതിന് ഹോൾ ഉണ്ടായി തന്നെ വരുന്നത് കേട്ടോ. അതാണ് ഇതിന്റെ പ്രത്യേകത വരുന്നത്. അതായത് ഒറിജിനൽ രുദ്രാക്ഷം നമ്മൾ തിരിച്ചറിയുന്നത്. പിന്നെ ഇത് ചുരക്കള്ളി എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, കടുത്ത വേനൽക്കാലം ആകുമ്പോൾ ഇതിന്റെ ചോട്ടിൽ നിന്നൊരു ചുവന്ന ദ്രാവകം വരും. നമ്മൾ മുട്ടുവേദന മുറിവിനൊക്കെ ആയുർവേദമായിട്ട് എടുക്കുന്നതാണ്. അപ്പം മനുഷ്യരും അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ആ ദ്രാവകം അങ്ങനെ ചുരുത്തി വരത്തില്ല. അപ്പൊ ആരും കാണാതെ ചുരുത്തുന്നതുകൊണ്ടാണ് ചുരക്കള്ളി എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള രാമർ എന്ന് പറഞ്ഞൊരു വ്യക്തി പച്ചിലകളിൽ നിന്ന് പെട്രോൾ കേട്ടിട്ടില്ലേ? അത് ഈ ചെടിയിൽ നിന്നായിരുന്നു കേട്ടോ, ചുരക്കള്ളിയിൽ നിന്നായിരുന്നു. ജെട്രോഫ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും.
ഇത് പിന്നെ നീർമാതളാണ്. മാധവിക്കുട്ടിയുടെ നീർമാതളം ഭൂതകാലം എന്നുള്ള നോവൽ കേട്ടിട്ടില്ലേ? തീർച്ചയായിട്ടും ഭയങ്കര ഫേമസ് ആണ്. അതെ, ഫേമസ് ആണല്ലോ. അതെ, അതിപ്പോ നീർമാതളാണ് കേട്ടോ ഈ നിൽക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചിട്ടുണ്ട്, ഇതിന്റെ ഒരു തണ്ടിൽ 3 ഇലകളെ ഉണ്ടാകുകയുള്ളൂ. പിന്നെ 2 വർഷത്തിൽ ഒരിക്കലാണ് പൂക്കുന്നത്. ഇതിന്റെ പൂവിനൊരു ഇളം വെള്ള കലർന്ന മഞ്ഞപ്പൂവാണ് ഉണ്ടാവുന്നത് കേട്ടോ. കറക്റ്റ് ആണല്ലേ? എണ്ണപ്പനിയാണ് കേട്ടോ. പാമോയിലൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇതിന്റെ പ്രോസസ് ചെയ്തിട്ടാണ് പാമോയിലൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ചുവന്ന ഒതളാണ്. സാധാ പച്ച ഒതളങ്ങയല്ലേ കണ്ടിരിക്കുന്നത്? ഒതളങ്ങ വിഷമാണ്. അപ്പൊ ഇത് പച്ചയല്ല, ഇത് ചുവന്ന ഒതളാണ് കേട്ടോ. വിഷമാണ്, ഏതാണെങ്കിലും വിഷമാണ്. ഇത് കർപ്പൂര തുളസി എന്ന് പറയും. 2015 സ്മെല്ലുണ്ട്. 2015 യൂയൂത്ത് എന്ന് പറയുന്ന ചൈനീസ് വനിത ഈ സസ്യത്തിൽ നിന്നും മലമ്പനിക്കുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് കേട്ടോ. അതെ, ആ വർഷത്തെ നൊബേൽ പ്രൈസ് അതിന്റെ പേരിൽ ആ സ്ത്രീക്ക് കിട്ടുകയുണ്ടായേ. ഇത് സപ്തോഡിയ അല്ലെങ്കിൽ സ്പതോഡിയ എന്ന് പറയും കേട്ടോ. ഇതിനൊരു ഓറഞ്ച് കളർ പൂ വിരിയും. അത് വിരിഞ്ഞു കഴിയുമ്പോൾ പരിസരത്തുള്ള ചെറിയ ചെറിയ പ്രാണി കൊതുകിനെയൊക്കെ ഉള്ളിലേക്ക് ആഴ്ചിട്ട് ഉള്ളിൽ തന്നെ വെച്ച് കൊന്നു കളയും കേട്ടോ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതൊരു ഇരപിടിയൻ സസ്യം കൂടിയാണ് കേട്ടോ. ഇത് കരിങ്ങോട്ട് അല്ലെങ്കിൽ ഞൊട്ട എന്നൊക്കെ പറയും കേട്ടോ. പണ്ട് കാലത്തൊക്കെ മൂത്താശാരിമാരൊക്കെ കട്ടള ജനലൊക്കെ വെക്കാൻ നേരത്ത് ഇതിന്റെ ഇല എടുത്താൽ തടിയുടെ ഇടയ്ക്ക് വെക്കും. ഉച്ചനും ചെതിലൊന്നും കുത്താതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ വേദവെള്ളം തിളപ്പിക്കില്ലേ, ആ വേദുകുളിന്നൊക്കെ കേട്ടിട്ടില്ല, അതിന്റെ അകത്ത് ഇതിന്റെ ഇല യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പണ്ട് കാലത്ത് സന്യാസിമാരും മുനിമാരൊക്കെ മെതിയടി ഉണ്ടാക്കാനായിട്ട് ഇതിന്റെ തടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ തടിക്ക് വാതരോഗത്തിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട് കേട്ടോ. ഇതിവിടെ നമുക്ക് ത്രിഫലക്കൂട്ടെന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കഫക്കെട്ടിനും ജലദോഷത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ആയുർവേദത്തിൽ. അപ്പൊ ആ കൂട്ടുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നെല്ലിക്ക, താനിക്ക, കടുക്ക 3 മരത്തിന്റെയും കായയുടെ പുറന്തോടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു തീമായിട്ട് ആ 3 മരവും കൂടി ഒരുമിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് 3 മരവും കൂടി ഉണ്ട്. ഇത് താനിക്ക, ഇത് കടുക്ക, അത് നെല്ലി. ഇനി നമുക്ക് വരുന്നത് ഇവിടെ ഇത് അങ്കോലം എന്ന് പറയും ഈ നിൽക്കുന്ന സസ്യം. അത് ആയുർവേദത്തില് പേപ്പട്ടി വിഷബാധയ്ക്കുള്ള ആയുർവേദ കൂട്ടില് ഇതിന്റെ വടക്കുവശത്തേക്കുള്ള വേര് ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. ഇത് കരിമരുന്ന് എന്ന് പറയും. ആദിവാസികളൊക്കെ ഉൾക്കാടുകളിലേക്കൊക്കെ പോകാൻ നേരത്തേക്ക് അവർ ജലത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു മരമാണ്. അതിന്റെ ഉള്ളില് 2.5 ഇഞ്ച് വ്യാസത്തിൽ കുഴൽ പോലെ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, അപ്പൊ ആവശ്യമുള്ള സമയത്ത് ഒരു വി ഷേപ്പിൽ വെട്ടുകയെന്നുണ്ടെങ്കിൽ വെള്ളം പുറത്തേക്ക് വരും. അതിനുശേഷം ആ വെട്ടിയെടുത്ത പൂള് കാട് കയറുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു അതെ ഉപയോഗിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു തീമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ പേരിട്ടിരിക്കുന്നത് സംവിധായകന്റെ കൈ എന്നാണ്. സംവിധായകന്റെ കൈ. ഇതിന്റെ ഓണറായ NK കുര്യൻ സാറിന്റെ കൈയുടെ മോഡലായിട്ടാണ്. തീർച്ചയായും കുര്യൻ സാറിനെ എനിക്ക് നേരത്തെ അറിയാവുന്നതാണല്ലേ. അപ്പൊ സാറിന്റെ ഈ പറഞ്ഞ പോലെ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ചും പ്രകൃതി സ്നേഹിയാണ്. അതെ. ഇവിടെയുള്ള എല്ലാ മരങ്ങളും സസ്യങ്ങളും എല്ലാം സാറ് തന്നെ നട്ടുപിടിപ്പിച്ചതാണ്. അപ്പൊ നമ്മുടെ ലോകത്തിൽ തന്നെ ആദ്യത്തെ അഗ്രികൾച്ചറൽ തീം പാർക്കായ മാംഗോ മെഡോസിന്റെ മാസ്റ്റർ ബ്രെയിൻ സംവിധായകൻ എന്നൊക്കെ നമ്മൾ പലയിടത്തും എഴുതി വെച്ച് കണ്ടു. അദ്ദേഹമാണ് എന്നോടൊപ്പം ഉള്ളത്. കുര്യൻ സാർ, സ്വാഗതം. ഓണമൊക്കെ ഇങ്ങ് അടുത്ത് നമുക്ക്. അതെ. അപ്പൊ ഇനി ഓണം വരുന്നു. അതെ, തിരുവോണം എത്തി. ഒരുപാട് പേരെ പ്രതീക്ഷിക്കുന്നുണ്ടോ തിരുവോണത്തിന്? മഴയില്ലായിരുന്നു ഈ കഴിഞ്ഞ ദിവസം. ഇന്നാണെന്ന് വെയിൽ തെളിഞ്ഞു. മെയ് 30-15 കൂടി തുടങ്ങിയ മഴ നിൽക്കാതെ പെയ്യുമായിരുന്നു. ഇന്നലെ മഴ നിന്നു. ഇന്നാണ് ആദ്യമായി വീണ്ടും കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് ഞാൻ പറഞ്ഞു. എന്തായിരുന്നു ഇതിന് പിന്നിലൊരു ആശയം ഇങ്ങനെ ഒരു പാർട്ടിന്? ഇത് നമ്മുടെ ചെറുപ്പം പോലെ എന്താ പറയുക, മരങ്ങളോടും ചെടികളോടും കൃഷി, എൻ്റെ കുടുംബം ഒരു കൃഷി കുടുംബമാണ്. അപ്പോൾ അതിനോടുള്ള ഒരു സ്നേഹവും, പിന്നെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തൊരു ചെറിയ കാടുണ്ട്. അമ്പലപ്പുറമാണ്. അമ്പലത്തിന്റെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതിനകത്തൂടെയാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോവുക. അപ്പൊ അവിടെ നമ്മൾ ഈ പൊട്ടങ്ങായും പൂച്ചപ്പഴവും അങ്ങനെയുള്ള ഇതൊക്കെ പറിച്ചു തിന്നിട്ടാണ് പോകുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഈ കബീഷ് പോലുള്ള ചിത്രകഥകളുടെ വായന എല്ലാം കൂടെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എന്റെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു മനസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇതിനെ കിടപ്പുണ്ടായിരുന്നു. ഒരു ആശയം, ഒരു ബിസിനസ് ആശയം എന്നുള്ള രീതിയിൽ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇത് നമ്മുടെ പ്രകൃതിയെ തന്നെ, നമ്മുടെ ജൈവാവസ്ഥയെ തന്നെ ഒരു തീമാക്കിക്കൊണ്ട് ഒരു 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 ബിസിനസ് മാത്രമല്ല, അത് നമുക്കത് സമൂഹത്തിനും കൂടെ ഗുണമുണ്ടാകണം, തലമുറകൾക്കും കൂടെ അതിനകത്ത് നിന്നെങ്കിലും നമുക്ക് നൽകാൻ കഴിയണമെന്നുള്ളൊരു ആശയത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ യൂത്ത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി എന്ന് പറയുന്ന മേഖല നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോവാം. അതെ, അവർക്ക് ശരിക്കും മാതൃകയാണ് ഇവിടെ. മാതൃക മാത്രമല്ല, അവർക്ക് പഠിക്കാൻ ഉള്ളൊരു സ്ഥലവും കൂടെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല ചെറുപ്പമാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ എൻ്റെ മുൻപുണ്ടായിരുന്ന തലമുറ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഒരുപാട് സസ്യ തലങ്ങളുണ്ടായിരുന്നു. അതായത് നമുക്ക് ഒരുപാട് സസ്യങ്ങളെ കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എണ്ണത്തിലാണ് പറഞ്ഞത്, വെറൈറ്റീസ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ അണുകുടുംബം ആയതോടുകൂടി ചെറിയ ചെറിയ വീടുകൾ 3 സെന്റിലും 5 സെന്റിലും 10 സെന്റിലും അല്ലെ ഫ്ലാറ്റിലും എന്നുള്ള അവസ്ഥയിൽ വന്നപ്പോൾ മരങ്ങൾ, നമ്മുടെ ജൈവം എന്താണ്, നമ്മുടെ അവസ്ഥ, നമ്മുടെ പ്രകൃതി എന്താണെന്ന് പഠിക്കാനോ, നമ്മളെ വളർത്തുന്ന അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്ന, നമുക്ക് തണൽ തരുന്ന മരങ്ങളെ പറ്റി അറിയാനോ ഉള്ള ഒരു അവസ്ഥ ഇല്ലാണ്ട്.
ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇന്ന മരം ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മുടെ നാട്ടു പേരുകൾ പോലും താന്നി, അതുപോലെ മാവ്, നമ്മുടെ താന്നി നിൽക്കുന്ന തടത്തിൽ അല്ലെങ്കിൽ താന്നിമൂട് എന്നൊക്കെ പറഞ്ഞുള്ള പേരുകൾ വരുന്നത് തന്നെ നമ്മുടെ പേരുകൾ സ്ഥലപ്പേരുകളും ഈ സസ്യങ്ങളും 90% സ്ഥലനാമങ്ങളും വരുന്നത് മരങ്ങളിൽ നിന്നാണ്. അപ്പൊ ഇതെല്ലാം അങ്ങ് മാറിയിട്ട് നമുക്ക് കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ പാകത്തിന് ഒരു ഇതില്ല. കാരണം വഴി കൂടെ പോകുമ്പോൾ നമ്മൾ അപ്പുറം ഇപ്പുറം മരങ്ങൾ കാണുന്നുണ്ടെങ്കിലും നമുക്കതിനെ പരിചയപ്പെടുത്താൻ വെറുതെ നമ്മൾ പഠിക്കാനായിട്ട് കുട്ടികളെ വിളിച്ചാൽ അവർ വരില്ല. പക്ഷെ ഒരു കളിയിലൂടെ ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു ആശയമായിരുന്നു. അപ്പൊ അത് ഒപ്പം നമുക്കതൊരു ബിസിനസ് ആണ്. കാരണം നമ്മൾ എന്ത് കാര്യവും സേവനമായിട്ട് ചെയ്താൽ നിലനിൽക്കില്ല. ബിസിനസ് ആയി ചെയ്താലേ അതിന് ഒരു നിലനിൽപ്പുള്ളൂ. അതെ. അപ്പൊ നമ്മളിപ്പോ ഞാനൊരു ആഗ്രഹത്തോടു കൂടി ഒരു സേവനം എന്നുള്ള രീതി ചെയ്ത് എത്ര നാൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒരു കുറച്ചാൾ കഴിയുമ്പോൾ ഇനി അഥവാ ഞാൻ എന്റെ ജീവിതം മുഴുവൻ പൂർത്തിയാക്കിയാൽ പോലും എന്റെ തലമുറ അത് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. അതിനെ ബിസിനസ് ആക്കുമ്പോൾ ആശയവും നിലനിൽക്കും, ഒപ്പം നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് വന്നു. അപ്പൊ അതിനകത്ത് ഉൾക്കൊള്ളിക്കാവുന്ന ബിസിനസ്. അപ്പൊ ഏതായാലും ഈ ഓണക്കാലത്ത് മാംഗോ മെഡേഴ്സിലേക്ക് നമുക്ക് ഫാമിലിയോടുകൂടി എല്ലാവരെയും ക്ഷണിക്കാം. അതെ, എല്ലാവരും എല്ലാവർക്കും മാംഗോ മെഡേഴ്സിന്റെ ഓണാശംസകൾ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. മാംഗോ മെഡേഴ്സിൽ വന്നാൽ അത് എന്താ പറയുക, നമ്മുടെ ജൈവാവസ്ഥയുടെ നമ്മൾ പിറന്ന മണ്ണിൻ്റെ ജൈവാവസ്ഥ പൂർണ്ണമായും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾ കാണാത്ത മരങ്ങൾ, നിങ്ങൾ അറിയാത്ത കാർഷിക വിശേഷങ്ങൾ എല്ലാം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യാവുന്ന ഒരു അവസരമാണ് മാംഗോ മെഡേഴ്സ് ഒരുക്കുന്നത്. കളിയിലൂടെ നിങ്ങളുടെ മക്കൾ അത് കണ്ടറിയട്ടെ, അവരുടെ അടുത്ത തലമുറയ്ക്ക് അത് കൈമാറട്ടെ. താങ്ക് യു സോ മച്ച്. ഇതാണല്ലേ ഊത്? അതെ, ഊതുമരം. അതായത് ഊത് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ? ഒരുപാട് അത്രയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ തടി പാകാവാനായിട്ട് ഒരു 15-20 വർഷം സമയം എടുക്കും കേട്ടോ. അത്രയും സമയം ആയി കഴിയുമ്പോൾ ഇതിന്റെ തടിയുടെ പുറത്തൊരു വണ്ട് വന്ന് പരാഗണം ചെയ്യും. ആ ചെയ്യുന്ന അത്രയും പക്ഷെ ഒരു കറുത്ത കളറാവും. അത് ചെത്തിയെടുത്ത് പ്രോസസ്സ് ചെയ്തിട്ടാണ് അത്രയ്ക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിവിടെ നമുക്ക് ഈ നിൽക്കുന്നത് പട്ടിപ്പുന്ന അല്ലെങ്കിൽ കാട്ടുപുന്ന എന്നൊക്കെ പറയും. ആദിവാസികളൊക്കെ കാട്ടിലൂടെ സഞ്ചരിക്കാൻ നേരത്തേക്ക് അവർ കിടന്നുറങ്ങാനായിട്ട് മെത്തയായിട്ട് ഇതിന്റെ ഇലയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ശരിയായ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഇലയ്ക്ക് 7 അടി വരെ നീട്ടം വെച്ച് വരുന്നതാണ്. 7 അതെ നീട്ടം വെച്ച് വരുന്നതാണ്. ഇവിടുത്തെ വാലന്റൈൻസ് ഗാർഡൻ ആണ് കേട്ടോ. ഈ സ്റ്റാച്യു എന്ന് പറയുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തെ കാണിക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് പല തരത്തിലുള്ള മുളകളുണ്ട് കേട്ടോ. ഇത് മഞ്ഞമുളയൊക്കെ അറിയാലോ, പേപ്പറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ നിൽക്കുന്നത്. ഇത് നമുക്ക് ഓടമുളയാണ് കേട്ടോ. ഓടക്കുഴലൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ഓടമുള. ഇത് കറുത്തമുള. ഈ ആദിവാസികളൊക്കെ കുടില് കെട്ടാൻ നേരത്തേക്ക് ഒരു തൂണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇതിവിടെ നമുക്ക് അമൃതവനം എന്ന് പറയും. അതായത് നമ്മുടെ ഇവിടുത്തെ ഓണറായ NK കുര്യൻ സാറിന് ഒരു വിഷുക്കാലത്ത് അമൃതാനന്ദമായി വിഷുക്കായി നീട്ടമായിട്ട് കൊടുത്തിട്ടുള്ള മരങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഫ്രൂട്ട്സിന്റെ മരമാണ്. നമ്മൾ പേരിട്ടിരിക്കുന്നത് അമൃതവനം എന്നാണ്. ഇപ്പോഴത്തെ കാലത്ത് നമ്മളിൽ കൂടുതൽ പേരും, ഇപ്പോഴത്തെ യൂത്ത് പോലും ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് പ്രമേഹം അല്ലെങ്കിൽ ഷുഗറാണ്. അപ്പം ഈ ഷുഗറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഒരു ഫലമാണ് അത് ഇതിനകത്തുണ്ട്. അത് നമുക്കൊന്ന് കാണാം. മക്കൊട്ട ദേവ എന്നാണ് അതിന്റെ പേര് അല്ലേ? ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ബിസിനസ്, അതായത് വിപണിയിലേക്ക് ഈ കായ ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് ഈ കായ കീറി ഉണക്കി ഇത് വെള്ളത്തിലിട്ടിട്ട് കുടിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രോസസ്സ് വരുന്നത്. ഇത് ഭയങ്കരമായിട്ട് ഇപ്പം മൂവിങ് ഉള്ള ഒരു സംഭവമാണ്. ഇതാണ് കടലപ്പഴം. ഇത് ശരിക്കും പഴുത്ത് കഴിയാൻ നേരത്തേക്കും നിലക്കടലയുടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതങ്ങനെ നമ്മുടെ ഈ മുട്ടപ്പഴം പോലെയാണോ? ഇല്ല, നമുക്കിത് മുട്ടപ്പഴം പോലെ തൊണ്ട് പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എടുത്ത് ഇങ്ങനെ നേരെ എടുത്ത് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ വായിലിട്ടുണ്ടെങ്കിൽ അലിഞ്ഞു പോകും. അത്ര സോഫ്റ്റ് ആണ് വരുന്നത് കേട്ടോ. പഴയ കാലത്ത് ഓണത്തിനൊക്കെ ഈ പറഞ്ഞ പോലെ ആ ഒരു കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട്. കാണിക്കായിട്ട് നാടുവാഴികൾക്ക് കൊടുക്കുന്നത് അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന് പറഞ്ഞ കവിതയില്ലേ, അതിന്റെ കോൺസെപ്റ്റ് ആണ്. ഇതിവിടെ നമുക്ക് കണ്ടൽപ്പൊക്കുടൻ എന്ന് പറയും, അല്ലെങ്കിൽ കല്ലൽപ്പൊക്കുടൻ എന്നും പറയും. അതായത് നമ്മുടെ കണ്ടൽക്കാടൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിൽ നിലകൊണ്ടിരുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. നമ്മൾ ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാച്യു വെച്ചിരിക്കുന്നതാണ്. അതിനോട് ചേർന്ന് തന്നെ നമ്മളിവിടെ കണ്ടൽക്കാടുകൾ വളർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പുറകിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മാംഗോ മെഡോസിൽ ശിവഗംഗ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നതാണ്. അതിമനോഹരമായിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ പ്രത്യേക കൂളിംഗ് ഉണ്ട്. നല്ല വെയിലടിക്കുന്നുണ്ടെങ്കിലും ഒന്നും അറിയാനില്ല, അത്ര നല്ല കൂളിംഗ് ആണ്. പരമശിവൻ്റെ സാക്ഷാൽ മഹാദേവൻ പരമശിവൻ്റെ തിരുജടയിൽ നിന്നും ഗംഗ പ്രവഹിക്കുന്നു എന്നുള്ള ആ ഒരു പഴയ ഐതിഹ്യം തന്നെയാണ് ഇവിടെ സാക്ഷാത്കരിച്ചിരിക്കുന്നത് ഒരു സ്റ്റാച്യു ആയിട്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ.
കേട്ടിട്ടുണ്ടായിരിക്കും പണ്ട് കാലത്ത് നമ്മുടെ സന്യാസിമാരും ഒരുപാട് പുരാണ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. മരവരി ഉടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ മരത്തിന് ഇത് ഒരുപാട് വലുതാവുന്ന മരമാണ് കേട്ടോ. ഇതിന്റെ തൊലി എടുത്ത് ചതച്ചിട്ടാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ചതയ്ക്കാൻ നേരത്തേക്ക് അത് ഇലാസ്റ്റിക് പോലെ ഇങ്ങനെ വലിഞ്ഞു വരും അതിന്റെ തൊലി കേട്ടോ. അതാണ് അതിന്റെ പ്രത്യേകത. അതെടുത്താണ് അവർ ഉപയോഗിച്ചത്. അതെ, പെർഫ്യൂം ട്രീ അല്ലെങ്കിൽ കാട്ടുചെമ്പകം എന്നൊക്കെ പറയും. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് അലക്കി അത് അയൺ ചെയ്ത് വെക്കാൻ നേരത്തേക്കും നമ്മളിപ്പോൾ പെർഫ്യൂം ഒക്കെ ഉപയോഗിക്കില്ല. അതിന് പകരമായിട്ട് ഇതിൻ്റെ ഒരു പൂവുണ്ട്, മഞ്ഞ കളറിലാണ് പൂ വരുന്നത്. നമുക്കൊരു വൈകിട്ടൊരു 4 മണിക്ക് ശേഷമാണ് പൂക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കണ്ടോ. അതിന് നല്ല സ്മെല്ലാണ്. അതൊക്കെ എടുത്ത് ഇങ്ങനെ അയൺ ചെയ്ത ഡ്രസ്സിന്റെ അകത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ അതിന്റെ സ്മെല്ല് നിൽക്കുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇത് രാമനാമപ്പച്ച എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ അടുത്ത് നിന്ന് നമ്മൾ ഏറെ നേരം വിശ്വാസത്തോടു കൂടി രാമനാമം ചൊല്ലുകയെന്നുണ്ടെങ്കിൽ ഇതിന്റെ തളിരിലയില്ലേ അതിങ്ങനെ കൈ കൂക്കുന്ന പോലെ മടങ്ങി വരും. നയാ പൈസയില്ല കയ്യില്, നയാ പൈസയിൽ നഞ്ചു വാങ്ങി തിന്നാൻ പോലും കയ്യിൽ പൈസയില്ല. അതെ, ഈ നിൽക്കുന്നതാണ് കേട്ടോ നഞ്ചു മരം. ഇതിന്റെ കായ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് നഞ്ചിങ്ക. പണ്ട് കാലത്തൊക്കെ മീൻ പിടിക്കാനായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇതിന്റെ കായ അരച്ച് ആറ്റിലൊക്കെ അരച്ച് കലക്കി കഴിയാൻ നേരത്ത് ആ ഒരു ഏരിയയിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോകും. അപ്പൊ ഒന്നെങ്കിൽ മീൻ മയങ്ങി പോകും, അല്ലെങ്കിൽ മീൻ്റെ കണ്ണ് പൊട്ടിയിട്ട് പൊങ്ങി വരും. മയങ്ങി പൊങ്ങി വരും, അല്ലെങ്കിൽ കണ്ണ് പൊട്ടി പൊങ്ങി വരും. അങ്ങനെയാണ് വിഷമാണ്. അപ്പൊ അങ്ങനെയാണ് പണ്ട് കാലത്തൊക്കെ മീൻ പിടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇത് ലക്ഷ്മി തരു എന്ന് പറയും. ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. ലക്ഷ്മി തരു എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദത്തിൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു സസ്യം എന്ന് പറയപ്പെടുന്നു. ഒരുപാട് പേര് പറഞ്ഞ പോലെ ഇത് വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ സയന്റിഫിക്കലി പ്രൂവ്ഡ് ഒന്നും അല്ല. 10 കിലോ തൂക്കമുള്ള ഒരാൾ 3 ഇല വെച്ച് ആണ് വെള്ളം തിളപ്പിച്ച് കുടിക്കേണ്ടത്. പക്ഷെ ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ചിലവർക്കൊക്കെ സൈഡ് എഫക്ട് ഉണ്ടാവാറുണ്ട്. ഇതൊരു പോയിന്റ് ആണ്, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. ലക്ഷ്മി തരു എന്ന് പറയുന്നത് പലരും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് ക്യാൻസറിന് പ്രതിരോധിക്കാമെന്ന് പറഞ്ഞിട്ട് അത് അളവ് അല്ലെങ്കിൽ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യാതെ അത് ചെയ്യരുത്. ഈ ഉയർന്നു പോയിരിക്കുന്ന ഈ മരം ഇത് എലിമരം എന്ന് പറയും. അഗസ്ത്യാർകൂട വനാന്തരങ്ങളിലൊക്കെ ഒരു 6 അടിയിലുള്ള ഒരു കുറ്റിച്ചെടിയായിട്ട് വളരുന്ന സസ്യമാണ് കേട്ടോ. എലികൾ തന്റെ കുഞ്ഞുങ്ങളെ ഇപ്പൊ വെള്ളപ്പൊക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ വന്യജീവികളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഇതിന്റെ ഇലകളും ചില്ലകളൊക്കെ വെച്ചാണ് കൂടുണ്ടാക്കുന്നത്. ഇതിവിടെ നമുക്ക് ക്ലൈമറ്റ് ശരിയല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഉയർന്നു പൊങ്ങി പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കുറ്റിച്ചെടിയായിട്ട് നിൽക്കേണ്ട സസ്യമാണ്. ഇത് പശകമരം എന്ന് പറയും കേട്ടോ. അത് പണ്ട് കാലത്തൊക്കെ പശയ്ക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതിന്റെ കായാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ കായ എടുത്ത് പൊട്ടിക്കാൻ നേരത്തെ അതിന്റെ ഉള്ളിൽ പശയായിരുന്നു കേട്ടോ. പണ്ട് നിർബന്ധമായിട്ട് സർക്കാർ സ്കൂൾ ഓഫീസിന്റെ ഒക്കെ ഫ്രണ്ടിൽ ഇത് ഉണ്ടാവണം പശയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേട്ടോ. അതെ, അതേപോലെ തന്നെ ചാവറയച്ചൻ തന്റെ പുസ്തകങ്ങളൊക്കെ വട്ടപ്പശയോടൊപ്പം ഇതിന്റെ പശയും കൂടി കൂട്ടിയാണ് ഒട്ടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇതിവിടെ നമുക്ക് നക്ഷത്രവനാണ് കേട്ടോ. അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നാളിന്റെയും നാൾ സസ്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് പരിചയപ്പെടുത്താനായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കത് കയറി കാണുകയൊക്കെ ചെയ്യാം. നമ്മുടെ സ്വന്തം നാളിലുള്ള ആ മരം വീട്ടിൽ നട്ടുപിടിപ്പിച്ചിട്ട് അതിന് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പുണ്യം ലഭിക്കുമെന്നൊക്കെയാ പറയുന്നത് കേട്ടോ. പിന്നെ നമ്മളൊരു ചെറിയ പച്ചക്കറി തോട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇതിവിടെ നമുക്ക് പല ടൈപ്പ് മധുരക്കിഴങ്ങാണ്. ഇവിടെ വെണ്ട, അവിടെ ചോളമുണ്ട്. ഇത് വെള്ള മുസ്ലിയാണ്. ഇതിവിടെ പെരുംജീരകം. പിന്നെ അങ്ങോട്ട് നമുക്ക് കപ്പയുണ്ട്, ചേമ്പൊക്കെ ഉണ്ട്. ഇതിൽ തന്നെ മധുരക്കിഴങ്ങ് തന്നെ 1-2 ടൈപ്പ് ഉണ്ടല്ലേ? ഇവിടെ നല്ല ബീറ്റ്റൂട്ടിന്റെ കളറിൽ കിടക്കുന്നുണ്ട്. അതായത് 5 വെറൈറ്റി ആണ് കിടക്കുന്നത്. 5 വെറൈറ്റി മധുരക്കിഴങ്ങുകളാണ്. അതെ, പൂവ് എനിക്ക് തോന്നുന്നു ഇവിടെ തൽക്കാലം പൂക്കളം തിരുവോണത്തിന് പൂക്കളം ഇടാനുള്ളത് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. അതെ അതെ, അത്യാവശ്യം ഇവിടുന്ന് പറിച്ചിടാം. ഓണം ഇവിടെ തന്നെ സെറ്റാണ്. അതേപോലെ തന്നെ വേറൊരു സാധനം ഇവിടെ ഉണ്ട്. നമ്മുടെ ചങ്ങലം പരണ്ടി ഇല്ലേ, കേട്ടിട്ടുണ്ടോ? അത് നമ്മുടെ അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. അത് കണ്ടോ, അസ്ഥി പോലെ ഇരിക്കുന്നത് കണ്ടോ, അസ്ഥിയുടെ ഷേപ്പ് അല്ലേ ഇത്. അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതേപോലെ തന്നെ ചെവി വേദന, ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. ഈ കരിനാരകം എന്ന് പറയുന്നത് സാധാരണ നാരങ്ങ പോലല്ല, ഭയങ്കര ടേസ്റ്റാണ് ഇതിന്റെ അച്ചാർ. പ്രത്യേകിച്ച് സദ്യക്ക് ഇത് മസ്റ്റാണ്. ഈ തിരുവോണത്തിന് അച്ചാർ ഇടാൻ ഞാനിത് എടുക്കുക. ഇത് മധുര തുളസിയാണ് കേട്ടോ. പ്രമേഹ രോഗികൾക്കൊക്കെ ചായ ഉണ്ടാക്കി കുടിക്കാൻ നല്ലതാണ്. ഇതിന് പഞ്ചസാരക്ക് പകരം പഞ്ചസാരേനേക്കാൾ ഒരു 30 ഇരട്ടി മധുരം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നാച്ചുറൽ മധുരം ആയതുകൊണ്ട് അതിന് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. കഴിക്കാം. അതെ, ഇത് പ്രഷർ ചീര അല്ലെങ്കിൽ ഭാഗ്യച്ചീര എന്നൊക്കെ പറയും കേട്ടോ. ഈ വലിയ മരമായിട്ട് നിൽക്കുന്നത്. ഇതിന്റെ ഇലകൾ നമുക്ക് തോരൻ വെച്ച് കഴിക്കാം, സാലഡിന്റെ അകത്തൊക്കെ യൂസ് ചെയ്യാം, വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. നമ്മൾ കഴിക്കാൻ നേരത്തേക്കും പ്രഷർ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് നിന്നോളൂ. ഇപ്പൊ കൂടിക്കണി കുറഞ്ഞു വരും, കുറഞ്ഞിക്കണി നോർമൽ ആവും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളൂ കേട്ടോ. അതാണ് ബാലൻസ് ചെയ്യും. ഇത് ഇങ്ങോട്ട് നമുക്ക് വള്ളിയെ കയറ്റി വിടുന്ന പച്ചക്കറികളൊക്കെയാണ് കേട്ടോ. നിത്യവഴുതന, ചൊരയ്ക്ക, പീച്ചിങ്ങയൊക്കെയാണ് കേട്ടോ. പയറുണ്ട്, പാവലുണ്ട്. അവിടുന്ന് ചെറിയ ആ ഒരു പച്ചക്കറി പാടമൊക്കെ കണ്ടു. അതെ, അത് കഴിഞ്ഞ് നേരെ ഇവിടെ വരുമ്പോ കാണുന്നത് ഒന്ന് കയറുപിരി, കയറുപിരി, അടുത്തത്
ഇതോടെ പോട്ട് മേക്കിംഗ് നമുക്കിപ്പോൾ കാണുകയും ചെയ്യാം. അതിനുശേഷം നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യുകയും ചെയ്യാം. അതെ, നമുക്ക് പേയ്മെന്റ് വരുന്നതാണ്. ഒരെണ്ണം ചെയ്യുന്നതിന് 100 രൂപ പേയ്മെന്റ് വരുന്നത് നമ്മൾ ചെയ്യുന്നതിന്. അത് നമുക്ക് ഇതേ രീതിക്കുള്ള ചെറിയ പോട്ടുകൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തം കൈ കൊണ്ട് തന്നെ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. അതെ, ഉണ്ടാക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് വെയിലത്ത് വെച്ച് ചൂടാക്കി തന്നു വിടും. നമുക്കത് വീട്ടിൽ കൊണ്ടുപോകാം. ഇതിങ്ങോട്ട് നമുക്ക് വെറ്റിനറി ഫാം ആണ് വരുന്നത്. ഇങ്ങോട്ടാണ് ഈ വഴിക്കാണ്. അപ്പൊ നമ്മൾ ഇനി വരാൻ പോകുന്നത് അഗ്രിയുമായിട്ട് നമുക്ക് കണക്റ്റഡ് ആവുന്ന മറ്റൊരു മേഖല തന്നെയാണ്, ഫാമാണ്. അപ്പൊ നമുക്ക് ഏതായാലും വെറ്റിനറി ഫാമിലേക്ക് പോകാം. ഗിനിക്കോഴിയുണ്ട്, ഇവിടെയും പ്രാവ്. ഇത് അലങ്കാരക്കോഴി. പുറകില് കുറച്ച് ഡോഗ്സ് ഉണ്ട്. ഇവിടെ മുയല്. ഇതാണ് വെറ്റിനറി ഫാം. അതെ, അതെ, അവിടെ 2 എമ്മും ഉണ്ട്. ഇനി നമ്മൾ നേരെ ഡയറി ഫാമിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ വെച്ചൂർ പശുണ്ട്, കാസർഗോഡ് കുള്ളനുണ്ട്. ഇവരെയൊക്കെ നമുക്കൊന്ന് കാര്യമായിട്ട് പരിചയപ്പെടാം. ആ സൈഡിലൊക്കെ ഇതിങ്ങോട്ട് നമുക്ക് ജേഴ്സി പശുക്കളും വണ്ടിക്കാളയാണ് കേട്ടോ. വണ്ടിക്കാള ഉൾപ്പെടെ ഉണ്ട്, നമുക്ക് കാണാം. ഇതാണ് വെച്ചൂർ പശു അല്ലേ? അതെ, അതെ. കാസർഗോഡ് കുള്ളൻ. അതെ, കാസർഗോഡ് കുള്ളൻ. അത് തീരെ വലിപ്പം കുറഞ്ഞ പശുവിനാണ്, പക്ഷെ നല്ല ഔഷധ ഗുണം അവിടെ പാലിന്. അപ്പൊ ഇതിന്റെ ഇതിന്ന് കിട്ടുന്ന പാല് നമ്മൾ പുറത്ത് കൊടുക്കുകയാണോ അതോ? പുറത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ കൂടെ തന്നെ നമുക്ക് ഇവിടെ ഒരു നാടൻ രീതിയിലുള്ള ചായക്കടയുണ്ട്. അങ്ങോട്ടുള്ള പാല് ഇവിടുന്ന് തന്നെ എടുക്കുന്നത്. തിരുവട്ടക്കാന്ന് പറയും. പണ്ട് ശ്രീബുദ്ധൻ അതേപോലെ തന്നെ ബുദ്ധ സന്യാസിമാരൊക്കെ അവിടെ ഭിക്ഷാപാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ കായാണ് കേട്ടോ. മുറിക്കുമ്പോഴത്തേക്കിന് ബൗൾ ഷേപ്പ് ആവും. അതിന്റെ പുറന്തോടിന് നല്ല കട്ടിയാണ്, അപ്പൊ ഒത്തിരി നാളെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ ഉള്ളിൽ ഒരു സത്തുണ്ട്, അത് വിദേശ രാജ്യങ്ങളിലൊക്കെ വാറ്റാനായിട്ട് എടുക്കുന്നത് കേട്ടോ. വാറ്റാനായിട്ട്. ഇതാണ് റെക്കോർഡ് നേടിയ ആള് അല്ലേ? അതെ, ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ബൈബിൾ സ്റ്റാച്ചു ആണ് കേട്ടോ. ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ബൈബിൾ ശില്പം. പിന്നെ ഇത് ഇലന്തപ്പഴം എന്ന് പറയും കേട്ടോ. ഇലന്തപ്പഴം, അതായത് യേശുക്രിസ്തുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചില്ലായിരുന്നു, അതിനുവേണ്ടി ഉപയോഗിച്ചത് ഇലന്തപ്പഴത്തിന്റെ കമ്പുകളാണ് കേട്ടോ. ഈ നിൽക്കുന്നതാണ് ഇലന്തപ്പഴം. താനിയെ വണങ്ങണം എന്ന് കേട്ടിട്ടുണ്ടോ? അതൊരു പഴഞ്ചൊല്ലാണ്. ചേരി ചാരിയാൽ താനിയെ വണങ്ങണം എന്ന് പറയുന്നത്. താനിയെ വണങ്ങണം എന്ന്, അതായത് ആ നിൽക്കുന്നതാണ് ചേരെന്ന് പറയുന്ന മരം. അതിന്റെ അടുത്ത് വരാനത്തേക്കും ചില ആൾക്കാർക്ക്, എല്ലാവർക്കൊന്നും ഇല്ല, ചില നാളുകാർക്ക്, ചില രക്തഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ അലർജി ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു അലർജി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് താനിമരാണ്. ഈ താനിക്ക് ചുറ്റും 3 വട്ടം മലം വെച്ചാൽ മതി, അവിടെ നിന്നുണ്ടാവുന്ന അലർജി മാറി കിട്ടും കേട്ടോ. അടുത്തടുത്ത് നമ്മൾ വെച്ച് ഒരു തീമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ചന്ദനം, സാമ്പ്രാണി, കർപ്പൂരം, കുന്തിരിക്കം, അകിൽ, രാമച്ചം, ഇരുവേലി. ഇതാണ് അഷ്ടഗന്ധങ്ങൾ. നമ്മൾ നേരെ അക്വേറിയത്തിലേക്കാണ്. ഇത് ആൽബിനോ പാക്കു എന്ന് പറയും കേട്ടോ ഈ മീൻ. പിന്നെ ഇത് ക്യാറ്റ് ഫിഷ് ഈ കിടക്കുന്നത്. പിന്നെ ആ മുകളിൽ കാണുന്നത് അലിഗേറ്റർ ആണ് മേളിലുള്ള കേട്ടോ. ഏദൻ ഗാർഡൻ ആണ് വരുന്നത്. ഭക്ഷ്യയോഗ്യമായ 174 വെറൈറ്റി ഫ്രൂട്ട്സിന്റെ തോട്ടാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കയറി കാണാം. ഫ്രൂട്ടാണ് എലിഫന്റ് ആപ്പിള്. അത് നമ്മൾ അച്ചാറിടാനും അതേപോലെ തന്നെ മീൻകറിയൊക്കെ വെക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിന്റെ ടേസ്റ്റ് വരുന്ന പുളിയാണ്. പിന്നെ ചിലരൊക്കെ ഇങ്ങനെ ആനയുടെ നഖം പോലെ എന്നൊക്കെ പറയും. ഒരു എലിഫന്റ് ആപ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എലിഫന്റ് ആപ്പിൾ. ഇത് പുളിയാണെന്നാ പറയുന്നത്, അച്ചാറിടാൻ ബെസ്റ്റ് ആണ്. ഇവിടുന്ന് രണ്ടാമത് നിൽക്കുന്ന അക്കി എന്ന് പറയുന്ന ഫ്രൂട്ടാണ് കേട്ടോ. അക്കി ഫ്രൂട്ട്. അക്കി അത് മദ്യത്തിന് വീര്യം കൂടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിന്റെ ഒരു ഫ്രൂട്ട് കഴിക്കുന്നതിന് 4 പെഗ് അടിക്കുന്ന ഒരേ ഫിറ്റാന്ന് എല്ലാരും പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു.
അപ്പൊ ഇതെന്താ സംഭവം? ഇതിവിടെ നമുക്ക് ജലചക്രമാണ്. പണ്ട് കാലത്തേക്ക് പാടത്തേക്ക് വെള്ളം കയറ്റുവാനും ഇറക്കാനൊക്കെ ആയിട്ട് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ജലചക്രം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊന്ന് ഇന്നത്തെ തലമുറയ്ക്ക് കാണിക്കാൻ വേണ്ടി ഇന്ന് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാല് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്. മാത്രമല്ല കാലിന് നല്ല എക്സസൈസ് കൂടിയാണ്. കാണുമ്പോൾ നല്ല ഈസിയാണ് തോന്നും. നമ്മൾ വെള്ളത്തെയാണ് ചവിട്ടി വിടുന്നത്. വെള്ളം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സംഭവമാണ്. ഭയങ്കര ഫോഴ്സുള്ള സാധനമാണ് വെള്ളം. അപ്പം അതിനെ നമ്മൾ ചവിട്ടി അപ്പുറത്തേക്ക് വിടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സസൈസ് കൂടിയാണ്. പഴയ ആൾക്കാരെ നമിക്കണം. അയ്യോ, പ്രോഗ്രാമിന്റെ കാർഷിക മേഖലയായിട്ടുള്ള ഭാഗങ്ങളെല്ലാം തീർന്നു. ഇനി ലാസ്റ്റ് പോർഷൻ ആണ് ഇത് വരുന്നത്. തേയിലത്തോട്ടം തേയില എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ള ഏരിയയിൽ വളരുന്ന ഒന്നാണല്ലോ. നമുക്ക് പ്രത്യേകം പരിപാലിച്ച് ഇവിടെ വളർത്തിയിരിക്കുന്നതാണ് കേട്ടോ. ഇത് 5 ഡിഗ്രിയിലാണ് സാധാ തേയില വളരാറ്. പ്രത്യേകം ഇതിന് പരിപാലനമൊക്കെ കൊടുത്തിട്ടാണ് ഇത്രയും വളർന്നു നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു ഏരിയയിൽ ഏലവും ഉണ്ട് കേട്ടോ. ഏലവും ഉണ്ട്. ഇത് നമ്മൾ ചെറിയൊരു വാച്ച് ടവർ ആണ്. അതെ, നമ്മൾ ടീ ടവർ എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അഗ്രി നെക്സ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. വേറെ ഒരുപാട് പരിപാടികളുണ്ട്. എനിക്ക് ഒരു ദിവസം ഫുള്ള് കാണാനുള്ളത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി. ഇത്ര നേരം നമ്മുടെ കൂടെ നിന്ന് രാവിലെ മുതൽ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അപ്പം പിന്നെ കാണാം. അപ്പോൾ നമ്മുടെ അഗ്രി നെക്സ്റ്റിന്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഉണ്ടായിരുന്നു. വ്യത്യസ്തരമായ ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഈ എപ്പിസോഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അഗ്രി നെക്സ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലൂടെ മൈഫിൻ ടിവിയിലൂടെ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും